ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആഗ്ര ഡെയിലി വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്കൊരു ക്ലീനിങ് വ്ളോഗാണ്. കിളിയാ? എവിടെ എവിടെ കണ്ടില്ലല്ലോ. എവിടെ വരാം? മരം നിറയെ ഉണ്ടല്ലേ ഇവിടെ. ശരിക്കും തേക്കണമെങ്കിൽ തേച്ചിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ. വേണ്ട, എനിക്കുണ്ട. എന്തോ തേക്കുന്നേ? ഓ, കൊതു കടിച്ച് പിച്ചു അല്ലെങ്കിൽ അമ്മയുടെ ചൂലും കൂടെ എടുക്കുമെന്ന്. അവിടുത്തെ കുറച്ച് കാട് വൃത്തിയായല്ലോ. മരം കൊത്തി ഉട്ടേക്ക കാലും കൂടെ ഇട്ടോ കേട്ടോ. വൃത്തിയല്ലടാ. മരം കൊത്തി മേലെ ഇരിക്കുന്നു റെഡ് തല. എവിടെ? ഞാൻ കണ്ടില്ല. അവിടെ ഒരാൾ തൂപ്പ് തുടങ്ങി. ഇതുണ്ടല്ലേ, ഇവിടെ മുഴുവൻ നമ്മുടെ മാവെല്ലാം പൂത്ത് തുടങ്ങി. അപ്പം ഇങ്ങനെ ഇലയെല്ലാം വീണ് ഫുള്ള് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് നമുക്ക് ഫുള്ള് അടിച്ചു വാരി കത്തിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വീടിൻ്റെ കുറേ സംഭവങ്ങൾ ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ട് ഔട്ട് സൈഡ് ക്ലീനിങ് കേട്ടോ. അത് ഒരാളിവിടെ റെഡി ആയിട്ടുണ്ട്. ചൂലിൽ നിന്ന് ഇറുക്കിലൊക്കെ ഇതാ ഊരിയെടുപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഇത് ഫുൾ കൈയും കാലും മുഴുവൻ തേച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൊതുകെല്ലാം കൂടെ പൊതിഞ്ഞ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബാക്കി നമുക്ക് കാണാം എന്താണ്. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഔട്ട് സൈഡ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു വലിയ മാവ് മരം ഉണ്ട് കേട്ടോ. അത് മുഴുവൻ പൂവിട്ടിട്ടാണ് ഉള്ളത്. ഡിസംബർ മാസം ആയപ്പോഴത്തേക്കും പകൽ മുഴുവൻ ഭയങ്കര കാറ്റാണ്. അപ്പോൾ അതിലെ ഇലയെല്ലാം ഫുള്ളിങ്ങനെ വീണ് ഇങ്ങനെ കിണറിൻ്റെ പുറത്തും മുറ്റത്തും എല്ലാം വീണ് ഫുള്ളിങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഈയൊരു ലെവലിലാണ് കേട്ടോ ഉള്ളത്. മുന്നേ ആണെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചു വാരി കത്തിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ മാവിൽ നിന്ന് ഇല പൊഴിയാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി ഇങ്ങനെ അടിച്ചു വാരി കത്തിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഫുള്ളിങ്ങനെ അടിച്ചു വാരി കേട്ടോ. മുറ്റമൊക്കെ ആദ്യം കുറേ ക്ലീൻ ചെയ്തു. പിന്നെ കിണറിൻ്റെ പുറത്തുള്ള ചപ്പെല്ലാം കുറേയൊക്കെ ഇങ്ങനെ എനിക്ക് കൈകൊണ്ട് എത്തുന്നതെല്ലാം ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. ആദ്യം മുന്നേയൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ അടുത്തിട്ടാണ് കേട്ടോ കത്തിച്ചിട്ടിരുന്നത്, ഇങ്ങനെ ചപ്പെല്ലാം കൂട്ടിയിട്ടിട്ട്. അപ്പോൾ ഇനിയിപ്പം കത്തിക്കുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ നിറയെ പുകയാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മതിലിൻ്റെ ഒരു സൈഡിൽ മൂലയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കൂട്ടി ബക്കറ്റിലാക്കി വാരിയിട്ട് എല്ലാം അവിടെ കൊണ്ടിട്ടിട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ലേ. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടുള്ള മൂഡൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. കുറേ സമയം എടുത്തിട്ടാണ് മുഴുവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞത്. കാരണം അടിച്ചിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. വലിയ ഇലയുണ്ട്, പിന്നെ കുഞ്ഞു ഇലയെല്ലാം ഉണ്ട്. അങ്ങനെ ആദ്യം അതെല്ലാം ചപ്പെല്ലാം കൂട്ടിയിട്ടതെല്ലാം ഒന്ന് കത്തിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കിണറിൻ്റെ ചുറ്റും എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്തേ. മാവ് മുഴുവൻ പൂട്ടിട്ടാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം നിറയെ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഞാനിങ്ങനെ പുറം ഭാഗമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്തിനാണെങ്കിൽ ഐറ ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട് വരും കേട്ടോ. വന്ന് അവിടെ നിൽക്കുന്ന കുഞ്ഞു വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ മുറിച്ച് അവളിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കും. പിന്നെ ആ സമയത്ത് തന്നെ ഷെർച്ചിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് റോഡിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി വരുന്നൊരു ചെറിയൊരു വഴിഭാഗമുണ്ട് കേട്ടോ. അതാണ്. പിന്നെ അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. ബോട്ടിലിട്ട് വെച്ചിരുന്നതാണ്. പിന്നെ ബോട്ടിലിടാത്തത് അവിടെ നിന്ന് ഒഴിവാക്കി വേണ്ട, നമുക്ക് ഇവിടെ നട്ടു കൊടുക്കാം. അങ്ങനെ പുറത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ വൈകുന്നേരം ഉള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഉള്ളിൽ കയറി. ഈ നായി എപ്പോഴും ഇങ്ങനെ മതിലിൻ്റെ പുറത്ത് കാണും കേട്ടോ. എപ്പോഴും ആൾ എയറിലാണ്. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്.
എല്ലാ ദിവസവും ഇങ്ങനെ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ആക്കും കേട്ടോ. എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കുക്കിംഗ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും, ഇഷ്ടമില്ലായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കി നോക്കാനും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനും. പക്ഷേ ഫ്ലോപ്പാകുമ്പോൾ ഒരു വിഷമമാണ്. എന്നാലും നെക്സ്റ്റ് ടൈം വീണ്ടും അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആക്കാറുണ്ട്. അങ്ങനെ ഓരോരോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. സാധാരണ ഏത്തപ്പഴം ഉള്ളപ്പോൾ എപ്പോഴും പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ എപ്പോഴും എല്ലാവരും എൻ്റെ പഴംപൊരി കഴിച്ച് കഴിച്ച് മടുത്ത് കേട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഏത്തപ്പഴം വെച്ചിട്ട് നല്ല പഴുത്തതാണ് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ട് ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ലഡു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ഏത്തപ്പഴം മാത്രമല്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്നാക്സിന് ഏത്തപ്പഴം ലഡു എന്നൊക്കെ പറയാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അവസാനം നിങ്ങൾ തന്നെ ശരിക്കും പറയാം കേട്ടോ ഇതിന് എന്താ ഒരു പേരെന്ന്. വേണമെങ്കിൽ ബനാന ബോളെന്നൊക്കെ പറയാം. ഇതിൻ്റെ റെസിപ്പി വന്നിട്ട് ഭയങ്കര ഈസിയാണ്. നല്ലോണം പഴുത്ത ഒരു 3-4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. പിന്നെ ചിരകിയ തേങ്ങയില്ലേ, അത് കുറച്ച് 1 കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലതായിട്ട് ഇങ്ങനെ മിക്സായി നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവില്ലേ, അപ്പോഴത്തേക്കും ഒരു കപ്പിൽ 1/2 കപ്പ് റവ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതല്ല, ഈ ഇട്ട റവ നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. പിന്നെ ഏലക്ക ഇല്ലായിരുന്നേ, ഏലക്കയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റി ഉണ്ടാവും എന്ന് തോന്നി കേട്ടോ. ലാസ്റ്റ് പിന്നെ കുറച്ച് സമയം നമ്മളത് തണുക്കാൻ വെച്ചു കേട്ടോ. അടുപ്പിൽ നിന്ന് ഇറക്കിയപ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ, അത് കുറച്ച് ചൂട് മാറിയതിന് ശേഷം അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളായിട്ട് ലഡു പോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നേ. നമുക്ക് ഈവനിംഗ് ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി വന്നിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കുക്കിങ്ങിൻ്റെ സമയത്തെല്ലാം ഐറ വേറെ പരിപാടിയിലൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഉരുട്ടുന്ന സമയമായപ്പോഴത്തേക്കും ആളെൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും ഐറയും കൂടെ ആയിരുന്നു കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്തത്. അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി. ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.